എവ്രിവൺ, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഈ വാരണാസിയിലെ ദേവിവാലി കഴിഞ്ഞിട്ട് ഒരുപാട് നടന്ന് തളർന്ന് കഷ്ടപ്പെട്ട് ഒരു സൈക്കിൾ റിക്ഷയിൽ കയറിയിട്ട് ഇതേ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അറിയാലോ, നല്ല അടിപൊളിയാണ്. അപ്പം അങ്ങോട്ട് പോയപ്പം എനിക്ക് പണി കിട്ടിയെന്നൊക്കെ പറഞ്ഞ് ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാൻ നേരത്തും ഒരു ചെറിയ പണി കിട്ടി. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിട്ടേൺ തേർഡ് AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, വാരണാസി ടു ഡൽഹി. ഓക്കെ, ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് ബുക്ക് ചെയ്ത ടിക്കറ്റ് എനിക്ക് കൺഫേം ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ നാട്ടിൽ നിന്ന് 1.5 മാസം മുന്നേ തേർഡ് AC ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തുന്ന സമയത്തും അവിടുന്ന് ഞാൻ തിരിച്ചു പോരുന്ന സമയത്തും എൻ്റെ വെയിറ്റിംഗ് ലിസ്റ്റ് 8. പെട്ടെന്ന് സഡൻലി എനിക്ക് ആ രാത്രി മെസ്സേജ് വന്നേക്കാണ് എൻ്റെ ടിക്കറ്റ് ക്യാൻസലായി എന്നും പറഞ്ഞിട്ട്. നിങ്ങൾ എൻ്റെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ എങ്ങനെ ഡൽഹിക്ക് പോകുമെന്ന് ഇരിക്കുമായിരുന്നു. അവസാനം ഞാൻ അവിടുന്ന് ഒരു ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് ട്രെയിനിൽ കയറി, റിസർവേഷൻ കമ്പാർട്ട്മെൻറ്റിൽ കയറി. എൻ്റെ ലൈഫിൽ ഇതാദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും വേസ്റ്റ് എക്സ്പീരിയൻസ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. ഞാനിത് കേട്ടോ, കുറേ പേര് നിലത്തൊക്കെ കിടക്കാൻ ചെയ്യുന്നുണ്ടല്ലേ, അതുപോലെ ഞാൻ നിലത്ത് കുറേ നേരം കിടന്നു. എന്നോട് ഒരു സങ്കട സഹതാപം തോന്നിയിട്ട് ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ അതും നേരം വെളുത്ത് കഴിഞ്ഞപ്പം ഞാൻ തറയിൽ കിടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് വയ്യാണ്ടായി പോയായിരുന്നു, ഓടി തളർന്നിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ അവിടെ മുകളിൽ കയറി കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറി കിടന്നു. നേരം വെളുത്തു. ഏകദേശം ഇപ്പം ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി. ഞാനിതാ ഡൽഹി എത്താനായിട്ടുണ്ട്. നല്ല ഒന്നാം തരം എക്സ്പീരിയൻസ് ആണ്. എനിക്ക് തരുന്ന പണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില്ലറ പണികളൊന്നും അല്ല കേട്ടോ ഗൈസ്. ഒന്നും പറയണ്ട. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതലേ പ്രശ്നങ്ങളാണ്. വന്ന ട്രെയിനിൽ റിസർവേഷൻ കിട്ടിയില്ല. AC കിട്ടാതെ സ്ലീപ്പറിലേക്ക് പോയി. ഒരു വിധത്തിൽ 2 ദിവസം ഇരുന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ എത്തി. അങ്ങനെ അവിടെ കണ്ട് കറങ്ങി തിരിച്ച് വരാൻ നേരമായപ്പോഴത്തേക്കും വാരണാസിയിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള ട്രെയിനിൻ്റെ റിസർവേഷൻ പെട്ടെന്ന് അങ്ങ് 7ാമത്തേതായിരുന്നു, ക്യാൻസലായിപ്പോയി. അങ്ങനെ ഞാൻ ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് സ്ലീപ്പറിൽ കയറി കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇരുന്ന് ഈ ട്രെയിനിലാണ് ഇവിടെ വന്ന് ഇറങ്ങിയത്. അപ്പം ഇവിടെ അതും ന്യൂഡൽഹിയിലല്ല വന്ന് ഇറങ്ങി. കാരണം എൻ്റെ കേരള എക്സ്പ്രസ് എത്ര മണിക്കാണ്? കേരള എക്സ്പ്രസ് 8:10 ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ്. പക്ഷേ ഞാൻ ഇവിടുന്ന് ആ ട്രെയിൻ പിടിച്ചിട്ട് 3 മണിക്കൂർ ഡിലേ. അങ്ങനെ ഞാനിനി അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ കുറേ ലേറ്റ് ആവും. അതുകൊണ്ട് ഞാനിപ്പോൾ ഗസിയാബാദോ അങ്ങനെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഗാസിയാബാദ് എന്നും കണ്ട് വരുന്നൊരു റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ഇവിടുന്ന് ഇനി അടുത്ത ഒരു ലോക്കൽ ട്രെയിൻ പിടിച്ച് പോകണം. ഗാസിയാബാദ് തന്നെയാന്ന് തോന്നുന്നു. അടുത്തൊരു ലോക്കൽ ട്രെയിൻ പിടിച്ചിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ ചെന്നിട്ട് അടുത്ത ട്രെയിൻ പിടിക്കണം. നല്ല ബുദ്ധിമുട്ടാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ നല്ല റെയിൽവേ സ്റ്റേഷൻ ആട്ടോ. പക്ഷേ കുറേ ഉണ്ട് നടക്കാൻ. എനിക്ക് ട്രെയിൻ എത്ര മണിക്കാണെന്ന് അറിയത്തില്ല. 6:30 പറയുന്നത്. 1 മണിക്കൂറേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, നല്ലൊരു വൈബ് കണ്ടോ. എൻക്വയറി കുറേ ദൂരെയാണ്. എൻക്വയറിയിൽ ചെന്ന് പെട്ടെന്ന് ചോദിക്കാം. എത്ര മണിക്കാണ്? ആനന്ദ് വിഹാറിലേക്ക് പോകുന്ന ട്രെയിനായിരുന്നു. പക്ഷെ ഞാൻ ഇറങ്ങിയത് ഇപ്പം ഗസിയാബാദിലാണ്. ഇവിടുന്ന് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ. എൻക്വയറിൽ ചോദിച്ചു, ഇതെവിടെയാ? ഇവിടെയല്ല, തെറ്റിപ്പോയില്ലേ. എനിക്ക് ട്രെയിൻ യാത്ര തന്നെ എനിക്കൊരു വൃത്തികെട്ട അനുഭവമായി പോയിട്ടോ. അപ്പം മമ്മി വിളിച്ചിട്ട് പറയാം, എനിക്ക് അന്നേരം മുതലേ ബാഡ് ലക്കാണല്ലോ. അപ്പം ഞാൻ അവിടുന്ന് വേറൊരു ട്രെയിനിൽ കയറിയിട്ട് ഓൾഡ് ദില്ലി പോയി ഇറങ്ങാൻ പോവാണ്. ഓൾഡ് ദില്ലിയിൽ നിന്ന് വീണ്ടും ന്യൂ ഡൽഹിയിലേക്ക് വേറെ അടുത്ത മെട്രോ അല്ലെങ്കിൽ വേറെ ട്രെയിൻ പിടിച്ച് പോകണം. ട്രെയിനിൻ്റെ അവസ്ഥ പോകുന്നു. ഇത് രാജസ്ഥാനിലേക്ക് പോകുന്ന ട്രെയിനാണ്. അങ്ങനെ ബാഗൊക്കെ ആൾക്കാർ കിടക്കുകയാണ്. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കണേ.
ആ ട്രെയിനും കൂടെ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാം പ്ലാനും പോയി കിട്ടും. ഇപ്പോൾ സമയം 6 മണി, എൻ്റെ ട്രെയിൻ 8:10 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂറും കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. എന്തൊക്കെ പ്ലാനായിരുന്നു. ന്യൂഡൽഹിയിൽ എത്തുന്നു, ഷോർ മാർക്കറ്റിലൊക്കെ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കുന്നു, ഈ ഡ്രസ്സൊന്ന് മാറ്റുന്നു, ഒന്ന് കുളിക്കണം, അങ്ങനെ കുറേ പ്ലാനോട് കൂടിയിട്ടാണ് വന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. എൻക്വയറിയിൽ ചോദിക്കാൻ പോയപ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പോകുന്ന കണ്ടപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ഞാൻ അപ്പം തന്നെ ചാടി കിട്ടിയ എന്നോട് എല്ലാവരും പറഞ്ഞു പെട്ടെന്ന് കിട്ടുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഏതൊക്കെ ട്രെയിനിലാണോ കയറാൻ പറ്റുന്നത് അതിൽ കയറിക്കും, നല്ല ട്രാഫിക് ആയിരിക്കും. നോക്കിക്കേ, താഴെ റോട്ടിൽ തന്നെ നല്ല ട്രാഫിക്കാണ്. ഇറങ്ങിയിട്ട് ട്രെയിനിന് ഓട്ടോ വിളിച്ച് പോകാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എത്തില്ല എന്ന് മനസ്സിലായി. അപ്പോൾ എൻ്റെ ട്രെയിനിലുണ്ടായിരുന്ന കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ പറഞ്ഞു അവർ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലാക്കാമെന്ന്. ഇപ്പം ഞാൻ ഓൾഡ് ദില്ലി റെയിൽവേ സ്റ്റേഷനിലാണ് വന്നിറങ്ങിയിട്ടുള്ളത്. ഇതിൻ്റെ പുറത്ത് മെട്രോ സ്റ്റേഷൻ ഉണ്ട്. അവരെന്നെ അവിടെ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവരുടെ കൂടെയാണ് പോകുന്നത്. ട്രെയിനിൽ 2 പയ്യന്മാരുണ്ടായിരുന്നു കേട്ടോ, അവർ ഹിന്ദിക്കാരാണ്. അപ്പോൾ അവരെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓടുക ഞാൻ കിടന്നിട്ട് പിന്നെ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്കും ഇനി ഇവിടുന്ന് ഓൾഡ് ദില്ലിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വേണം മെട്രോയ്ക്ക്. ബൈ റോഡ് പോവുകയാണെങ്കിൽ ഞാൻ ഈ ജന്മത്ത് എത്തത്തില്ല. അങ്ങനെ കൂടെയുള്ളവർ എന്നോട് പറഞ്ഞു Paytm ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മെട്രോയ്ക്ക്, അല്ലെന്നുണ്ടെങ്കിൽ അവിടെ ക്യൂ നിൽക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ഞാൻ മെട്രോ സ്റ്റേഷനിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾഡ് ദില്ലി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇനി ന്യൂഡൽഹിയിലേക്ക് മെട്രോ കയറാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇതിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വൃത്തികെട്ട ട്രെയിൻ യാത്ര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു ട്രെയിൻ ട്രാവൽ ഭയങ്കര ബാഡായിരുന്നു. അങ്ങനെ മെട്രോ പിടിച്ചു. ഞാനിനിയിപ്പോൾ നേരെ എനിക്കിറങ്ങേണ്ട ന്യൂഡൽഹി മെട്രോ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് ഓടി ചാടിപ്പടച്ച് എൻ്റെ കൂടെ വന്നിട്ടുള്ളവരൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എങ്ങനെയോ വേറെ ഒരു എക്സിറ്റിലേക്കാണ് പോയത്. ഞാൻ അവരോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് എനിക്കിറങ്ങേണ്ട എക്സിറ്റ് അവർ കാണിച്ചു തന്നു. അതിലേക്കിട്ട് ഞാൻ പോവുകയാണ്. ഓടി പാഞ്ഞ് ന്യൂഡൽഹി മെട്രോ സ്റ്റേഷൻ ഇറങ്ങി. അവിടെയായിരുന്നു എക്സിറ്റ്. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. സമയം 7:45, 8:10, 15 മിനിറ്റും കൂടെ ഉള്ളൂ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു നാട്ടിലേക്കുള്ള കേരള എക്സ്പ്രസ് മിസ്സാവുമോ എന്നുള്ളത്. എന്തായാലും ഞാൻ എത്തി. പക്ഷെ അകത്ത് കയറണമെങ്കിൽ അടുത്ത ക്യൂ. ഞാൻ വിചാരിച്ചു ഞാൻ പെട്ടുപോയെന്ന്. ദൈവമേ, എനിക്ക് ഈ ട്രെയിനും കൂടെ മിസ്സായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും പെട്ടുപോയേനെ. ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടിങ്ങനെ സങ്കടവും ദേഷ്യവും എന്തൊക്കെയോ ഒരു വികാരം. ഞാൻ കുളിച്ചിട്ട് പോലുമില്ല. അതാണെങ്കിൽ എൻ്റെ തോളത്ത് കിടക്കുന്ന ബാഗിനാണെങ്കിൽ നല്ല വെയിറ്റും. എനിക്ക് എടുത്തുകൊണ്ട് ഓടാനും ചാടാനും ഒന്നും പറ്റുന്നില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എൻ്റെ ട്രെയിനിൻ്റെ അടുത്തെത്തിയ സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവസാനം എൻ്റെ കേരള എക്സ്പ്രസ് അനൗൺസ് ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ആ ഒരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. നാട്ടിൽ നിന്ന് വിട്ടിട്ട് കുറേ ദിവസമായല്ലോ, ഒരു 10 ദിവസത്തോളം ആയിട്ടുണ്ടല്ലോ. അപ്പോൾ കേരള എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇതാണ് എൻ്റെ ട്രെയിന്. ഞാൻ എൻ്റെ ട്രെയിനിൻ്റെ അടുത്തുനിന്ന് ഇനിയിപ്പോൾ എവിടെ കിട്ടിയാലും ചാടി ഓടിക്കാറല്ലോ ട്രെയിൻ വിട്ടാലും. AC കുറച്ച് ഫ്രണ്ടിലോട്ടാണ്. ഞാനപ്പോൾ AC കമ്പാർട്ട്മെൻറ്റ് തപ്പിക്കൊണ്ട് മുമ്പോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രെയിൻ ചത്തുപോയി എന്ന് പറഞ്ഞാൽ ചത്തുപോയി. ഇതൊരു വലിയ ഹൊറബിൾ യാത്രയായിരുന്നു. അങ്ങനെ ട്രെയിനിൽ കയറിയിട്ട് ഞാൻ എൻ്റെ ജാക്കറ്റൊക്കെ ഒന്ന് അല്പസമയത്തേക്ക് മാത്രം ഊരി മാറ്റി വെച്ചു, ഒന്ന് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. അവിടെ തണുപ്പായിരുന്നു, രാത്രി തണുപ്പായതുകൊണ്ട് ഞാൻ അതൊക്കെ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ ലോക്കൽ ട്രെയിനിലൊക്കെ അല്ലായിരുന്നു, അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് വരണ്ടാന്ന് വെച്ചു. അങ്ങനെ ഡൽഹി ടു കേരള യാത്ര തുടങ്ങി മക്കളെ. ബൈ ബൈ ഡൽഹി. അപ്പം നമുക്ക് അടുത്ത പെട്ടെന്ന് തന്നെ കാണാം കേട്ടോ. ഇതാ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഞാൻ ട്രെയിനിങ് കൊണ്ട് പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തിയെ ഈ ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നപ്പം വന്നത്. അദ്ദേഹത്തോട് സംസാരിച്ചു. അങ്ങനെ പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഞാൻ നല്ല ടയേർഡായിരുന്നു. ഞാൻ എന്തോ ഇത്തിരി വാങ്ങിച്ച് കഴിച്ചിട്ട് ഞാൻ നല്ലൊരു ഒന്നൊന്നര ഉറക്കം പാസ്സാക്കി എഴുന്നേക്കലാണ് ഇപ്പം കണ്ടത്. ഇനി കാഴ്ചകളൊക്കെ കണ്ട് ഓരോ ദിവസം 2 ദിവസം ഇങ്ങനെ തള്ളി നീക്കണം. അങ്ങനെ ട്രെയിനിൽ നിന്ന് കുറേ നല്ല എക്സ്പീരിയൻസും ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ വന്നു കേട്ടോ. ഓരോ സമയം ഇങ്ങനെ ഇരുന്നു, ചായയൊക്കെ കുടിച്ചു, കുറച്ച് പേരെ പരിചയപ്പെട്ടു. 2-3 മലയാളീസ് ഉണ്ടായിരുന്നു, ഫാമിലി കപ്പിൾസ് ഉണ്ടായിരുന്നു. അവരോടൊക്കെ സംസാരിച്ചു. അവരുടെ എല്ലാം ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു, അങ്ങോട്ടും മേടിച്ചു കൊടുത്തു.
അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ഇടയ്ക്ക് പോയി ഒന്ന് ഡ്രസ്സ് മാറി വന്നു. ഇനി നാളെ ഉച്ച കഴിയുമ്പോഴത്തേക്കും നാളെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഞാൻ എന്തായാലും തിരിച്ച് നമ്മുടെ നാട്ടിലെത്തും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇരുന്നു. ഒരു രാത്രിയായ സമയത്ത് എല്ലാവരും കിടന്ന സമയം ട്രെയിനിൽ നിന്ന് ഭയങ്കര ഒരു ഫയർ അലേർട്ടൊക്കെ വന്നു. അലേർട്ട് വന്നപ്പോഴത്തേക്കും എല്ലാവരും ഉറക്കമായിരുന്നു. അലേർട്ടിൽ സംസാരിക്കുന്ന എനിക്ക് പെട്ടെന്ന് മനസ്സിലായി ഫയർ അലേർട്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഞാൻ ചാടി ഇറങ്ങി പുറത്തേക്ക് ഏതോ സ്റ്റേഷനിൽ ഇറങ്ങി എത്തിയപ്പോൾ അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം ചാടി ഇറങ്ങി. അങ്ങനെ കുറച്ച് നേരം ട്രെയിൻ അവിടെ ഇരുത്തി വന്നു. അങ്ങനെ കുറേ നല്ലതും ബാഡൊക്കെ ആയിട്ടുള്ള ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെ തന്നെ പറയാം. നല്ലതും ബാഡെന്നല്ല, ബാഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഞാനൊരു 2 ദിവസം ട്രെയിനിൽ കഴിച്ചു കൂട്ടി. ബാത്റൂമിൽ പിന്നെ അടുക്കാൻ പറ്റത്തില്ല. AC കമ്പാർട്ട്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ പോലും ഭയങ്കര ബാഡായിരുന്നു. ഏതൊരു സ്ഥലം എത്തിയപ്പം കുറേ ശബരിമലയ്ക്ക് പോകേണ്ട അയ്യപ്പന്മാർ കയറി. അവരാണ് ഏറ്റവും കൂടുതൽ വൃത്തികേടാക്കിയെന്നാണ് പറയേണ്ടത്. ഈ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് കടല തിന്നിട്ട് അതിൻ്റെ ഇതൊക്കെ പറിച്ചു വയ്ക്കുക. ഇത് ലിറ്റിൽ ഹാർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഹാർട്ട്. കണ്ടോ, ഈ അയ്യപ്പന്മാർ കയറിയിട്ട് അവിടെ മൊത്തം വൃത്തികേടാക്കി. അങ്ങനെ പാലക്കാട് എത്തിയപ്പോഴേക്ക് ചോറ് കിട്ടി ഗായ്സ്. ആ ചോറിൻ്റെയും മീൻ വറുത്തതിൻ്റെയും സന്തോഷമാണ് ഇത്രയും ദിവസം കൊണ്ട് കഴിക്കാതിരുന്നതിൻ്റെ ഒരു ആക്രാന്തവും എല്ലാം കാണുന്നുണ്ട്. ആ മീൻ കണ്ടപ്പോഴത്തേക്ക് എൻ്റെ വായിന്ന് കപ്പലൊടിക്കാൻ പാകത്തിനുള്ള വെള്ളം വന്നേക്കുന്നത്. ഇത്രയും നാളും കൊണ്ട് കിട്ടിയില്ലല്ലോ. അപ്പം ഞാൻ ഓൾറെഡി ട്രെയിനിൽ നിന്ന് വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മുടെ എറണാകുളത്ത് എത്തുന്നതിന് മുന്നേ ഞാൻ ഒരു വൈൻഡപ്പ് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നാലും അതിനുശേഷം എറണാകുളം എത്തിയ ഒരു വീഡിയോ ഇങ്ങനെ കഴിഞ്ഞിട്ട് ഞാൻ ആ വൈൻഡപ്പ് കാണിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്കും ഇതുപോലെ ട്രെയിനിൽ നിന്ന് ബാഡ് എക്സ്പീരിയൻസ് പോയപ്പോഴും വന്നപ്പോഴും എല്ലാം ബാഡായിരുന്നു, കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ നമ്മുടെ എറണാകുളം ടൗണിലെത്തി, എൻ്റെ വീടെത്തി, എൻ്റെ നാടെത്തി, നമ്മുടെ സ്വന്തം കൊച്ചി എത്തിയിട്ടുണ്ട്. അയ്യോ, ഇനി അടുത്ത ഒരു ട്രാവൽ വീഡിയോയിൽ കാണാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് പറയാം, ടിക്കറ്റ് കൺഫേം ആവാതെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലോ അല്ലെങ്കിൽ അത് കൺഫേം ആകും എന്നുള്ള പ്രതീക്ഷയിൽ ഒരിക്കലും ട്രാവൽ ചെയ്യരുത്. 2-3 മാസത്തിന് മുന്നേ ബുക്ക് ചെയ്താലും 3-4 പ്രാവശ്യം ക്രോസ് ചെക്ക് ചെയ്യുക. ടിക്കറ്റ് ഇല്ലാതെ അല്ലെങ്കിൽ കൺഫേം ആവാത്ത ഒരു ട്രെയിനിലും കയറി നമ്മൾ ട്രാവൽ ചെയ്യരുത്. നമ്മൾ ചത്ത് കുത്തിയിരിക്കും. ഇതുപോലെ അങ്ങോട്ട് പോയപ്പോൾ മൂഞ്ചിയതുപോലെയും തിരിച്ചു വന്നപ്പോൾ മൂഞ്ചിയതുപോലെയും ആവാതിരിക്കുക, ശ്രദ്ധിക്കുക. എൻ്റെ ഒരു അനുഭവം. സോ വൈൻഡപ്പ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് വൈൻഡപ്പ് എടുക്കുന്നത്. കാരണം ആകെ ടയേർഡായിരുന്നു. ഓടിച്ചാടിയാണ് ട്രെയിനിൽ കയറി. നിങ്ങളെല്ലാം കണ്ടതല്ലേ എങ്ങനെയൊക്കെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ അത് എവിടെ എത്താനായിട്ടുണ്ട്. സോ അപ്പം രാവിലെ എഴുന്നേറ്റ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. നന്നായിട്ട് കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റപ്പം ഫ്രഷായി. ഇപ്പം ഒരു ദിവസം കൂടെ ട്രെയിനിലിരിക്കാനുണ്ട്. അപ്പം അവസ്ഥ മനസ്സിലായില്ലായിരുന്നു. ഞാൻ ഇവിടുന്ന് അതായത് നാട്ടിൽ നിന്ന് കയറിയത് മുതൽ തിരിച്ച് വരുന്നത് വരെ ട്രാവലിംഗ് ഭയങ്കര കോംപ്ലിക്കേഷനായിരുന്നു. വീഡിയോസിൽ പറഞ്ഞതുപോലെ ഇവിടുന്ന് അങ്ങോട്ട് പോയ സമയത്ത് നമ്മൾ AC ബുക്ക് ചെയ്തു. ലാസ്റ്റ് മിനിറ്റിൽ നമുക്ക് കൺഫേം ആവില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്തു, EQ കൊടുത്തു. എമർജൻസി കോട്ടയ്ക്ക് അപ്ലൈ ചെയ്തു. അപ്പം EQ കൊടുത്തപ്പോഴത്തേക്കും അതിൽ ബുക്ക് ചെയ്ത ആൾ ഓപ്ഷൻ കൊടുത്തതിൽ 3rd AC ആയാലും 2nd AC ആയാലും സ്ലീപ്പർ ആയാലും ഓക്കെ എന്നുള്ള 3 ടിക്ക് കൊടുത്തു. അപ്പം അതുകൊണ്ട് സ്ലീപ്പറിലേക്ക് കൺവേർട്ടായി. നമ്മുടെ ഫണ്ട് പോയി. പൈസ കിട്ടിയില്ല, റീഫണ്ട് ആവില്ല എന്ന് പറഞ്ഞു. ഞാൻ ആ പൈസ പോയി. റിസ്ക് എടുത്ത് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിൽ കയറിയിരുന്ന് ബുദ്ധിമുട്ടി. വാഷ്റൂം അറിയാമല്ലോ, എറണാകുളം പാട്ന എക്സ്പ്രസ് ആയിരുന്നു. അതിൽ ഭയങ്കര ബുദ്ധിമുട്ടി. കുറേ അങ്ങ് ചെന്നപ്പോഴത്തേക്ക് സ്ലീപ്പർ ക്ലാസ് മാറിയിട്ട് അതൊരുമാതിരി ലോക്കൽ ക്ലാസ് പോലെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് റിസ്ക് എടുത്ത് വാഷ്റൂമിൽ 2 ദിവസം പോലും ബാത്റൂമിൽ പോലും പോകാതെ പിടിച്ചിരുന്ന് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റത്തില്ല. ഒന്ന് അങ്ങോട്ട് കയറുമ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ലോക്കൽസ് ഇരിക്കുന്നു. അങ്ങനത്തെയൊക്കെ കഷ്ടപ്പാട് സഹിച്ച് അവിടെ എത്തി. ഓക്കെ, അപ്പോഴത്തെ ആകെയുള്ള പ്രതീക്ഷ റിട്ടേൺ 2 ടിക്കറ്റും കൺഫേം ആകുമായിരിക്കുന്നു. കാരണം റിട്ടേൺ വാരണാസി ടു ഡൽഹി എൻ്റെ ടിക്കറ്റ് വെയിറ്റിംഗ് ലിസ്റ്റ് 9 ആയിരുന്നു. അപ്പോൾ അത് കൺഫേം ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇറങ്ങാൻ നേരം ആയപ്പോഴത്തേക്കാണ് മെസ്സേജ് വന്നത്. 8 മണിക്ക് മെസ്സേജ് വന്നു, ക്യാൻസലായി.
എൻ്റെ ടിക്കറ്റ് കൺഫേം അല്ല എന്നും പറഞ്ഞിട്ട് പിന്നെ ആകെ വെപ്രാളായി. അവിടെ നിന്ന് ഓടിച്ചാടിപ്പോയി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാൻ നോക്കി. റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് വണ്ടി കിട്ടണില്ല. നടന്നു 2.5 കിലോമീറ്റർ നടന്നു അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഭയങ്കര ബുദ്ധിമുട്ടി. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ലോക്കൽ ടിക്കറ്റ് എടുത്തു. കമ്പാർട്ട്മെൻറ്റിൽ കയറി നിലത്തിരുന്ന് ആദ്യം, പിന്നെ കിടന്ന് മടുത്ത് വയ്യാണ്ടായി കിടന്ന്. അവിടുന്ന് പിന്നെ നേരെ പിന്നെ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കൊരു ബർത്തൊക്കെ ഒരു ചേട്ടൻ രാവിലെ ആയപ്പോഴത്തേക്കും നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോഴത്തേക്കും ബർത്തൊക്കെ തന്നു. 2:30 എത്തേണ്ട ട്രെയിൻ എത്തിയത് 6 മണിക്ക്. അതും നമുക്കറിയില്ല, ആനന്ദ് വിഹാർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് പോകേണ്ടത്. പക്ഷേ എൻ്റെ ട്രെയിൻ അവിടെ നിന്നുള്ളത് കേരള എക്സ്പ്രസ് ഉള്ളത് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്നും അറിയില്ലായിരുന്നു. സോ അവിടുന്ന് പിന്നെ ഇറങ്ങാൻ നോക്കിയപ്പോഴത്തേക്കും ട്രെയിൻ ഇങ്ങനെ പിടിച്ചിട്ട് 3 മണിക്കൂറായ ലാഗ് ആയതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം ആനന്ദ് വിഹാറിന് ഒരു സ്റ്റേഷന് മുന്നത്തെ സ്റ്റേഷനിൽ ഇറങ്ങി. അവിടെ നിന്ന് പിന്നെ ആരോടൊക്കെയോ ചോദിച്ചു പെറുക്കി. അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോൾ ഉള്ള സ്റ്റേഷൻ ഇപ്പോൾ ഒരു ട്രെയിൻ വരാനുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഈ ട്രെയിൻ മിസ്സായിരുന്നു, ഞാൻ ഇനി എങ്ങനെ കയറി, ഞാൻ ചത്തേനെ. അപ്പം ആ സ്റ്റേഷനിൽ നിന്ന് ഒരു ട്രെയിൻ കയറിയിട്ട് ഓൾഡ് ദില്ലി റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. ഓൾഡ് ദില്ലിയിൽ നിന്ന് മെട്രോയോ ബൈ ഓട്ടോയോ എടുത്തിട്ട് ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ പറഞ്ഞു. ഭാഗ്യത്തിന് കറക്റ്റ് ചെന്ന സമയത്ത് ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. ആ ട്രെയിനിൽ കയറിയിട്ട് ഓൾഡ് ദില്ലി ചെന്നിറങ്ങി. ഓൾഡ് ദില്ലിയിൽ നിന്ന് ന്യൂഡൽഹിയിലേക്ക് നേരെ ഇറങ്ങി ഓടി. അപ്പോൾ ഓൾഡ് ദില്ലിയിൽ എത്തിയപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു 7 മണി കഴിഞ്ഞു, 7:15. 20 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ട്രെയിന് 1 മണിക്കൂർ പിടിച്ചിട്ട് 1 മണിക്കൂർ കൊണ്ടായിട്ട്. പിന്നെ മെട്രോ രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു ട്രെയിനിൽ, ഹിന്ദിക്കാരാണ്. അവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ മെട്രോ സ്റ്റേഷനൊക്കെ കാണിച്ചു തന്നു. അവർ ഞങ്ങളോട് സ്പീഡിൽ വന്നു. ലാസ്റ്റ് അവരോട് ബൈ പറയാൻ പോലും പറ്റിയില്ല, കാരണം ഞാൻ ഓട്ടമായിരുന്നു. മെട്രോയിൽ കയറി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിറങ്ങിയപ്പോഴത്തേക്കും 7:35. അവിടെ നിന്ന് പിന്നെ വെപ്രാളപ്പെട്ട് ഓടിപ്പടച്ച് ഭാഗ്യത്തിൽ കേരള എക്സ്പ്രസ് കിടക്കുന്ന കണ്ടപ്പോഴാണ് അത് സമാധാനമായത്. 7:50 ഞാൻ ട്രെയിനിൽ കയറി. 7:50 ട്രെയിനിൽ കയറി ചത്ത് വേർത്ത് കുളിച്ച് ഇതിനകത്ത് കയറിയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അതുപോലെ കിടന്നുറങ്ങി. പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. 3 മണിക്ക് എത്തിയാലും റെയിൽവേയിൽ വന്നിട്ട് ഒന്ന് ഫ്രഷായി പുറത്തൊന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. ഒന്നും നടന്നില്ല. അങ്ങനെ എൻ്റെ ഈ യാത്ര ഭയങ്കര ഗുരുതരമായി, ഭയങ്കര ടഫായി പോയി. എൻ്റെ ലൈഫിൽ ആദ്യത്തെ യാത്ര ഭയങ്കര. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ കണക്കൂട്ടി. കാരണം ഇനിയെങ്കിലും യാത്ര ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൺഫേം ആക്കിയിട്ട് ടിക്കറ്റുകളെല്ലാം നേരത്തെ കൺഫേം ആകുമെന്നുള്ള ഇതിൽ തന്നെ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പക്ഷെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. സോ എനിവേ ഈ യാത്രയുടെ ഈ ഒരു വീഡിയോ ഞാനിവിടെ